ഹലോ. അങ്ങനെ വൈൽഡ് കാർഡൊക്കെ വന്ന് അതുപോലെ തന്നെ ഇന്ന് രാവിലെ 2 ഗസ്റ്റുകൾ വന്നു. രമ്യ നമ്പീഷിനും ജസ്റ്റിൻ ജോർജും. അവർ ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ആദ്യം ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ടസ്റ്റന്റുകൾക്കെല്ലാം അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ കൊടുത്തു. അവർ അത്തപ്പൂട്ട്. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ ബിഗ് ബോസിൽ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനീഷൊക്കെ ഇന്നലെ ഫുഡിന്റെ കാര്യങ്ങൾ, കിച്ചണിലൊരു പ്രശ്നം ഉണ്ടായത്, നമ്മുടെ മസ്താനിയും നമ്മുടെ രേണു സുധിയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം രാവിലെ മുതൽ കിച്ചണിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പോഴും രാവിലെയും ഉണ്ട്. വൈൽഡ് കാർഡുകളും അതുപോലെ തന്നെ മസ്താനിയും അനീഷും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നിങ്ങളുടെ വായിന്ന് തുപ്പൽ വീഴും എന്നൊക്കെയുള്ള രീതിയിൽ മസ്താനി അനീഷിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അനീഷ് പ്രൊവോക്കൊന്നും ആയില്ല കേട്ടോ. അനീഷ് അപ്പോഴെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് അനീഷ് അതിനെക്കുറിച്ച് വീണ്ടും അവർക്ക് ഒരു എന്താ പറയുക സ്പേസ് കൊടുക്കാതിരിക്കാൻ അനീഷ് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അനീഷ് നന്നായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അനീഷിനോട് അധികാരം ഇപ്പോൾ കൊത്താൻ ചെല്ലുന്നുമില്ല. ആദ്യത്തെ വീക്കിലെ പോലെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാവരും കൂട്ടമായിട്ട് ആക്രമിക്കുന്നില്ല. ഇപ്പം അനിമോളെയും ആരും ആക്രമിക്കുന്നത്, അനിമോൾ ഇപ്പോൾ എല്ലാവരോടും മിണ്ടുന്നുണ്ട്, അനിമോളോട് എല്ലാവരോടും മിണ്ടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് സംഭവങ്ങൾ തരാം. പിന്നെ ആദിലായ നൂറായെ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. വന്ന് പിന്നെ മസ്താനി ആദിലായിട്ട് കൂട്ടുകൂടുന്നുണ്ട്. നൂറ പക്ഷേ കുറച്ചും കൂടി കയറിയതാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും രമ്യ നമ്പീഷിനെയും ജസ്റ്റിൻ ജോർജും അകത്തേക്ക് വന്നു. ഒരു പ്രധാന വാതിൽ കൂടിയല്ല, അകത്തുകൂടി തന്നെയാണ് വന്നത്. അപ്പോൾ അവരെ വീടെല്ലാം കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു. റെനയെ കണ്ടപ്പോൾ നന്നായിട്ട് റെനെ കളിക്കുന്നുണ്ട് എന്ന് കിച്ചണിൽ വെച്ച് റെനയെ കണ്ടപ്പോൾ നന്നായിട്ട് കളിക്കുന്നു എന്ന് രമ്യ നമ്പീഷിനെ എടുത്തു പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. റെന നന്നായിട്ട് കളിക്കുന്നു എന്ന് റെനയോട് മാത്രം പറയാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു സംതിങ് റോങ്. അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും അതിനുശേഷം അവരെ വീടെല്ലാം കൊണ്ട് കാണിച്ച് നാരങ്ങ വെള്ളം, ഒണിയലും നമ്മുടെ ശൈത്യം കൂടി ചേർന്ന് ഒരു നാരങ്ങ വെള്ളം, 2 നാരങ്ങ വെള്ളം ഉണ്ടാക്കി നാരങ്ങ വെള്ളം കൊണ്ട് കൊടുത്തു. ലെമൺ ടീ, അതൊരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം എന്ന് പറയും. എന്നിട്ട് ഒരു ടാസ്ക്, ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുത്തു. വന്ന ഗസ്റ്റുകളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അവരാണ് ജഡ്ജസ്. അപ്പം നല്ല ഓണം ഓർമ്മകൾ പറയുന്ന 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ആൾക്കാണ് പ്രൈസ് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു, അനുമോളും നന്നായിട്ട് പറഞ്ഞു, എല്ലാവരും ഒണിയൽ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട റെനയുടെയാണ്. റെനം ഒരു മുസ്ലിമാണ്. അവരായിട്ട് അവരുടെ വീട്ടിലൊന്നും ആഘോഷമൊന്നുമില്ല. അടുത്തുള്ള ഈ ക്ലബിലോ അവിടെ പൊട്ടുകുത്തൽ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓണം കാത്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും രമ്യ നമ്പീഷിന് ഇഷ്ടപ്പെട്ടത് റെനെ പറഞ്ഞതാണ്. അതുകൊണ്ട് റെനയ്ക്ക് ആണ് ഫസ്റ്റ് കൊടുത്തത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് പറഞ്ഞ അനീഷാണ്. അനീഷിന് എന്തോ ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവോണത്തിൻ്റെ അന്ന് സദ്യ ഉണ്ടതിന് ശേഷമുള്ള ഒരു ദുഃഖ കാര്യമായിരുന്നു പറയാനുള്ളത്. അനീഷ് പറഞ്ഞു തുടങ്ങി ഇത്തിരി ആയപ്പോൾ തന്നെ ബസറടിച്ചു. അപ്പോൾ അനീഷിനെ അത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു മതി നിർത്ത് നിന്റെ പറച്ചിലൂടെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അനീഷിന് അത് ഭയങ്കരമായിട്ട്, നമുക്ക് ആരെങ്കിലും നമ്മളൊരു ഫീലിങ്സ് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമാവും, സ്വാഭാവികം. അപ്പോൾ എന്തായാലും അനീഷ് അത് പറയാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അപ്പോൾ അനീഷ് പറഞ്ഞു ഓക്കെ ശരി ഞാൻ ഇനി പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. എന്തായാലും ലാസ്റ്റ് ബിഗ് ബോസ് വീണ്ടും അനീഷിന് അവസരം കൊടുത്തു. അനീഷിന് പറയണമെങ്കിൽ അനീഷ് പറയൂ എന്ന് ബിഗ് ബോസ് അവസരം കൊടുത്തു. പക്ഷെ അനീഷ് ആ കഥ പിന്നെ നിർത്തി. ആ കഥ പറയാൻ പറ്റില്ല. കാരണം അത് 2 മിനിറ്റ്സ് കൂടുതൽ പറയാനുള്ള സംഭവമായതുകൊണ്ട് തന്നെ അനീഷ് പറഞ്ഞു ഇനിയിപ്പം ഞാനത് പറയുന്നില്ല, കാരണം അത് 2 മിനിറ്റ് കൂടുതൽ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ടുള്ള അനീഷ് ഒരു കഥ പറഞ്ഞ് നിർത്തി. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. രമ്യ നമ്പീഷിനെയും ജസ്റ്റിൻ ജോർജിനെയും യാത്രയാക്കി ഇവർ ബൈയൊക്കെ പറഞ്ഞ് വിട്ടു. അത്രയേ ഉള്ളൂ. രമ്യ നമ്പീഷിനെയൊക്കെ എന്തിനാണ് കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഓണപ്പാട്ടൊക്കെ ആയിട്ട് വന്നതുകൊണ്ടായിരിക്കും. എന്തായാലും 2 വരി പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് വിൽക്കുന്നുണ്ട്. 2 വരി പാടി കഴിഞ്ഞിട്ട് വീണ്ടും വിൽക്കുന്നു. അപ്പോൾ സോറി പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്ന ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീണ്ടും ആ 2 വരി തന്നെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വരി ടാക്കാണ് പാടുന്നതെന്ന് തോന്നുന്നു. ഇവർക്ക് നല്ല പാട്ട് നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട്. എന്തായാലും അക്ബറും ഒരു പാട്ട് പാടി. അതിനുശേഷം പിന്നീട് എന്താണ്, ആരും അത്രയും വലിയ വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ ക്യാപ്റ്റൻ നിവിനാണ്. നിവിൻ എല്ലാവർക്കും ടീം ബേസ് എല്ലാവരെയും ടീമായിട്ട് തിരിച്ചു. ഓരോ ടീമിലും 5 പേരെ വെച്ചിട്ട് വെസൽ ടീം, കിച്ചൺ ടീം, അതുപോലെ തന്നെ ഫ്ലോർ ടീം 5 പേരെയും തിരിച്ച് പിന്നെ അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ബേസിക് നീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ വേണമെന്നുള്ളത് നോക്കി. അപ്പോൾ അതൊക്കെ ബിഗ് ബോസിനോട് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും ഇന്ന് ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നത് നിവിൻ നല്ല ക്യാപ്റ്റൻ ആണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആരും മിണ്ടാതിരി, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യാപ്റ്റൻ്റേതായിട്ടുള്ള ഒരു അധികാരം ചെയ്യാൻ കഴിയുമെന്ന്, നിവിനെ കൊണ്ട് ആ ഒരു ക്യാപ്റ്റൻസി ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്തു ഫസ്റ്റ് ഡേ തന്നെ കേട്ടോ. നോക്കാം, നമുക്ക് വഴിയെ നോക്കാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ആഴ്ച
വളരെ നല്ല ക്യാപ്റ്റനായിട്ട് തന്നെ നിവിൻ വരട്ടെ എന്നുള്ളതാണ്. കാരണം നിവിൻ തിരിച്ചു വന്നാലും നിവിൻ നല്ലൊരു എൻ്റർടൈനറാണ്. ഇപ്പോൾ കൂട്ടൊന്നുമില്ല, ഗ്രൂപ്പിൽ നിന്നൊക്കെ വെട്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ അങ്ങനെ 2-3 വീഡിയോന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിവിൻ കൂട്ടൊക്കെ വെട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് എല്ലാവർക്കും ഒരേപോലെ കാണുന്ന കണക്ക് ഫേവറിസം കാണിക്കാതിരുന്നാൽ നിവിൻ നല്ലൊരു എൻ്റർടൈനറാണ്. അപ്പോൾ അങ്ങനെ തന്നെ അവസാന വീക്ക് വരെ പോകട്ടെ. അപ്പോൾ എന്തായാലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഈ ഒരു എന്താ പറയുക, വൈൽഡ് കാർഡ് വന്നിട്ട് വലിയ ഓളമൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ വലിയ ഓളങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മസ്താനിയും അതിലിരുന്ന് ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. മസ്താനി പറയുന്നു, ഓരോരുത്തരുടെയും ക്യാരക്ടർ വെച്ച് പറയുമായിരുന്നു. എന്തായാലും നമ്മുടെ അനീഷിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അനീഷ് നല്ല ഗെയിമറാണ്. പിന്നെ ഞങ്ങൾ രാവിലെ വഴക്കിട്ടെങ്കിലും, അത് ആദ്യം ചോദിക്കും, രാവിലെ വഴക്കിട്ടെങ്കിലും പിന്നീട് വന്ന് പാത്രമൊക്കെ കഴുകുന്ന നേരത്ത് എനിക്ക് പാത്രമൊക്കെ പിടിച്ചു തരാൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആദില പറഞ്ഞു, ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അടുക്കാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഗെയിം പുള്ളിയുടെ കയ്യിൽ നിന്ന് ആ ഗെയിം പോവുക, പുള്ളി വിചാരിച്ച് വെച്ചിരിക്കുന്ന ഗെയിം പോകും എന്നുള്ള ഭയം കൊണ്ടാണ് പുള്ളി ലീവൊക്കെ എടുത്ത്, ഈ ബിഗ് ബോസിന് വേണ്ടി മാത്രമേ ലീവൊക്കെ എടുത്ത് വന്ന ആളാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വിശ്വസിച്ച് എന്തും പറയാൻ പറ്റുന്ന ഒരാളാണ്. അത് തന്നെയാണ് ഒരു വ്യക്തികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ്, നമുക്ക് എന്തും വിശ്വസിച്ച് പറയാൻ കഴിയുന്ന ആളാണ് അനീഷ് എന്ന് അതിലിവിടെ ഓപ്പണായിട്ട് പറയുന്നുണ്ട് മസ്താനിയോട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും വരാനായിട്ട് ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ്. ഇതൊരു ടാസ്ക് ഉണ്ട്. അപ്പം അതൊന്ന് കണ്ടതിന് ശേഷം അടുത്ത ലൈവ്